ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്റെ വീട്ടിലുള്ള മരക്കിഴങ്ങ്, നിങ്ങൾ എന്താ പറയാ, കൊള്ളി അല്ലേ? കൊള്ളി പറിച്ചതാട്ടാ. കണ്ട, വെറുതെ ഒന്ന് പറിച്ചു നോക്കിയതാ. ഞാൻ തന്നെ, എനിക്ക് സുധൻ കൊണ്ടു തന്നതാട്ടാ ഈ കിഴങ്ങ്. സുധന്റെ മോളുടെ വീട്ടിൽ നിന്ന്, കോട്ടയത്തുനിന്ന് കിഴങ്ങും കൊണ്ടു തരാറുണ്ട്, ഇതിന്റെ കമ്പും കുഴിച്ചിടാൻ വേണ്ടിട്ടേ. അപ്പൊ സുധൻ കൊണ്ടു തന്നിട്ടുള്ളതാ. കണ്ട, എത്ര കിഴങ്ങാന്ന് നോക്കൂ. എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്നുവെച്ചാ പണ്ട് അച്ഛനൊക്കെ ഉള്ളപ്പോഴാണ് തോന്നുന്നു കിഴങ്ങുണ്ടാവും. എന്ന് വെച്ചാൽ അത് പിന്നെ പെരിച്ചാഴി കടിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് വലിയ കിഴങ്ങ. ഞാൻ കഴിഞ്ഞ തവണ സുരുവിനോട് പറഞ്ഞെന്ന് വിചാരിച്ചതാ, സുരു ഇതൊന്ന് പറിച്ചു നോക്കണമെന്ന്. അപ്പൊ ഇത് വെറുതെ പറിച്ചു നോക്കി. പണ്ട് ഇത് ഇത്രയും കിഴങ്ങ്. ഇതിന്റെ മരക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കും, മെഴുക്കുവരട്ടി, ഉള്ളി, മുളക്, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് വറുത്തിട്ടിട്ട് നല്ല സ്വാദല്ലേ. ഇതെങ്ങനെ വേവെന്ന് നോക്കാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിങ്ങനെ ചുമന്ന സ്കിന്നാണ് കേട്ടാ. അപ്പൊ സുധന് ഒന്ന് താങ്ക്സ് പറയാണ്ട് പറ്റില്ല. സുധൻ കൊണ്ടു തന്നാണ് എനിക്ക്. എന്ത് സാധനം കിട്ടിയാലും ഞങ്ങക്ക് 3 പേർക്കും കൊണ്ടുതരും സുധൻ. അപ്പൊ സുധൻ കൊണ്ടു തന്നാണ് ഈ കിഴങ്ങ് നല്ല ഇതുള്ളത്. എന്തിനാ വേഗം എടുത്തേച്ചാ സുരുവിനും മറ്റേ വേറൊരാളുടെ ആൾക്കും കൊടുക്കണം. അവരല്ലേ പറിച്ചു തന്നെ. അപ്പൊ ഇതുണ്ടാക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് പറയാട്ടോ. ഇതാണ് ഇപ്പൊ എന്റെ വീട്ടിലത്തെ മരക്കിഴങ്ങ്. അപ്പൊ എന്റെ വീട്ടിലെ മരക്കിഴങ്ങ് കപ്പ വേവിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കി. പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, ഇഞ്ചി കൂടിയും മൂപ്പിച്ച് വെളിച്ചെണ്ണയിൽ നല്ല അസലായിട്ട് മൂപ്പിച്ചിട്ട് ഈ മരക്കിഴങ്ങ് വേവിച്ചത് വെള്ളം കളഞ്ഞ് ഇതിലേക്ക് ഇടുക. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഒരൊറ്റ ആവിക്ക് ഈ കിഴങ്ങ് വെന്തു. അപ്പൊ ഇനി ഇത് കഴിച്ചു നോക്കിയിട്ട് പറയാട്ടാ എങ്ങനെയുണ്ട് എന്നുള്ളത് കഴിക്കലോട്ടാ. കൊതിപ്പിക്കുന്നതുണ്ടാട്ടാ, അസല് സ്വാദുണ്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കും ഞങ്ങളൊക്കെ ഇതൊക്കെ കഴിക്കണായിരുന്നു. പക്ഷെ എന്റെ വീട്ടില് ഞാൻ നട്ട കപ്പ വലുതായി അത് പറിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോ അതിനൊരു പ്രത്യേക സ്വാദല്ലേ. ഒന്നും കൂടി കാണിച്ചിടാട്ടാ കഴിച്ചിട്ട്. ചോ നല്ല സ്വാദുണ്ട് കേട്ടാ. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതൊരു സ്വാദ, സോഫ്റ്റ്. ഇത് ആക്ച്വലി മീൻ കൂട്ടാൻ കൂട്ടിയിട്ട് കഴിക്കണം അല്ലേ, ചാളക്കറി കൂട്ടിയിട്ട്. എൻ്റെ അയില ഇരിക്കുന്നുണ്ട്, അയില കൂട്ടിയിട്ട്, അയിലയുടെ ഗ്രേവി കൂട്ടിയിട്ട് കഴിക്കാനുള്ളൊരു സ്വാദുണ്ടല്ലോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. കഴിച്ചിട്ടാ ഒരു കഷ്ണം കൂടി കഴിച്ചിട്ട് ഞാൻ പോടൂട്ടാ. അടിപൊളി, നല്ല സ്വാദുണ്ട് കേട്ടാ. അപ്പൊ ശരിട്ടാ, അടുത്ത ഇനി എന്തെങ്കിലും പറമ്പീന്ന് പറിക്കുമ്പോ അതുകൊണ്ട് ഉണ്ടാക്കിയത് കാണിച്ചു തരാം. ഓക്കെ, ബൈ.